ഈ ശൃംഗിയുടെ സ്വഭാവം കാരണമാണ് അദ്ദേഹത്തിന് ഈ ശൃംഗി എന്ന പേര്. സ്വഭാവത്തിന്റെ സവിശേഷത ഉണ്ട്. അഹങ്കാരം മുന്നിൽ നിൽക്കുന്ന, തപസ് ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ അഹങ്കാരം ശമിച്ചില്ല എന്ന കാരണത്താലാണ് വ്യാസൻ അദ്ദേഹത്തിന് ശൃംഗി എന്ന പേര് കൊടുത്തത്. പല കഥാപാത്രങ്ങൾക്കും ഇതുപോലെ വ്യാസൻ്റേതായ നാമകരണം ചെയ്തിട്ടുണ്ട്. മഹാഭാരതത്തിൽ മൊത്തം എത്ര കഥാപാത്രങ്ങളുണ്ട്? ഈ പാത്രസൃഷ്ടിയിൽ വ്യാസൻ സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തിൻ്റെ മറ്റ് സവിശേഷതകൾ എന്താണ്? മഹാഭാരതത്തിൽ 1000-ലേറെ കഥാപാത്രങ്ങളുണ്ട്. ഈ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ വ്യാസൻ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ വ്യാസൻ്റെ ആത്മസ്പർശം ആ കഥാപാത്രത്തിനുണ്ടാകും. വ്യാസൻ്റെ ആത്മസ്പർശമില്ലാത്ത ഒരു കഥാപാത്രവും മഹാഭാരതത്തിലില്ല. അതുകൊണ്ടാണ് പല വ്യാസന്മാർ പല കാലങ്ങളിലായി എഴുതി ഉണ്ടാക്കിയതാണ് മഹാഭാരതം എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ വാദം അംഗീകാര്യമല്ലാതെ വരുന്നത്. ഏത് കഥാപാത്രത്തെ ഒരു യക്ഷനെ അവതരിപ്പിച്ചാൽ ആ യക്ഷനിൽ ഒരു ടച്ച് ഉണ്ടാകും. ഹിഡിംബി ഒരു അപ്രധാന കഥാപാത്രമാണ് മഹാഭാരതത്തിൽ. ഈ ഹിഡിംബിയോട് പരിധിയില്ലാത്ത ബഹുമാനം തോന്നത്തക്ക വിധത്തിലാണ് ഹിഡിംബിയിൽ നിന്ന് വരുന്ന സംഭാഷണം. കാരണം ഹിഡിംബിക്ക് ഭീമനോട് വിവാഹ അർത്ഥമായ താല്പര്യം തോന്നിയതിന് ശേഷം ഹിഡിംബി വന്ന് കുന്തിയോട് സംഭാഷണം നടത്തുന്ന ഒരു മഹനീയമായ സന്ദർഭം, അത്യന്തം സുന്ദരമായ മധുരമായ ഒരു സന്ദർഭം വ്യാസൻ വർണ്ണിക്കുന്നുണ്ട്, ആവിഷ്കരിക്കുന്നുണ്ട്. അതിൽ കുന്തിക്ക് അപ്പോൾ ഭീമൻ ഈ ഹിഡിംബിയെ വിവാഹം കഴിക്കണമെന്ന്, കാരണം കുന്തിയുടെ പുത്രന്മാരാരും അതൊരു വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കുകയാണെങ്കിൽ ആദ്യം ധർമ്മപുത്രൻ വിവാഹം കഴിക്കണം. അപ്പോൾ ധർമ്മപുത്രർ വിവാഹം കഴിക്കാതെ നിൽക്കെ അങ്ങനെ ഒരു വിവാഹം ആലോചിക്കാവുന്ന ഒരു ഘട്ടത്തിലുമല്ല അവർ. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഈ ഹിഡിംബിയുടെ സംഭാഷണത്തിൻ്റെ സാമർഥ്യവും ആ സംഭാഷണത്തിലെ അവളുടെ ആത്മാർത്ഥതയും ആ സംഭാഷണത്തിലെ അവളുടെ യുക്തിപൂർവതയും കുന്തിയെ കീഴടക്കി കളയുകയാണ്. അതുകൊണ്ട് കുന്തി അപ്പോൾ തന്നെ ആ വിവാഹത്തിന് അനുമതി കൊടുക്കുകയാണ്. തീരുമാനമെടുക്കുന്നതിൽ ഇത്ര സത്വരമായ തീരുമാനമെടുക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് നമ്മുടെ സാഹിത്യത്തിലോ പാശ്ചാത്യ സാഹിത്യത്തിലോ കുന്തിയെ പോലെ കാണാൻ സാധ്യമല്ല. തീരുമാനമെടുക്കാൻ വൈകുന്ന പ്രകൃതമില്ല കുന്തിക്ക്. ഒരു സംഭവം ഉണ്ടായി, ആ സംഭവം കുന്തിയുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ അപ്പോൾ തീരുമാനം വന്നിരിക്കുന്നു. തീരുമാനം വൈകുന്ന പ്രശ്നമില്ല. ഇത്ര നിശ്ചയാത്മകമായ സുദൃഢമായ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിത്വം കുന്തിക്കുള്ളതുപോലെ ഗാന്ധാരിക്കോ പാഞ്ചാലിക്കോ ഇല്ല. പെട്ടെന്ന് തീരുമാനമെടുക്കും കുന്തി. ആ തീരുമാനം ശുഭോദർക്കമായിരിക്കുകയും ചെയ്യും. ആ തീരുമാനം അങ്ങനെ എടുത്തില്ലായിരുന്നുവെങ്കിൽ കഥയുടെ ഗതി മറ്റൊരു വഴിക്ക് ആയേനെ എന്ന് നമുക്ക് പിന്നീട് തോന്നത്തക്ക വിധത്തിലാണ് കുന്തിയുടെ ഓരോ തീരുമാനവും ഓരോ നിശ്ചയവും മക്കൾക്ക് കൊടുക്കുന്ന ഓരോ ഉപദേശവും പോകുന്നത്. അങ്ങനെ തീരുമാനമെടുക്കാൻ വൈദഗ്ധ്യമുള്ള, കാര്യങ്ങൾ നിശ്ചയിക്കാൻ വൈദഗ്ധ്യമുള്ള ഒരു സ്വഭാവമാണ് കുന്തിയുടേത്. കുന്തി നിശ്ചയിക്കുകയും ചെയ്തു, വിവാഹം നടക്കുകയും ചെയ്തു. അതിലുണ്ടായ പുത്രനാണ് ഈ ഘടോത്കചൻ. ഘടോത്കചനും മഹാഭാരതത്തിലെ വളരെ അപ്രധാനമായ, മഹാഭാരതത്തിൻ്റെ വേലിക്ക് പുറത്ത് കിടക്കുന്ന ഒരു കഥാപാത്രമാണ് ഘടോത്കചൻ. പക്ഷേ ഈ ഘടോത്കചനെ നാം സ്നേഹിച്ചു പോകും പലപ്പോഴും. അയാൾ പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളിലെല്ലാം അയാളുടെ വ്യക്തിത്വം കൊണ്ട് ആ അന്തരീക്ഷത്തെ അയാൾ മാസ്മരമാക്കും. അയാളുടെ വ്യക്തിത്വത്തിൻ്റെ വിദ്യുത് കാന്തി പ്രസരം കൊണ്ട് അവിടെ പ്രകാശവത്താക്കിയിട്ട് ഘടോത്കചൻ എന്ന് പറയുന്ന കഥാപാത്രം പിൻവാങ്ങുകയുള്ളൂ. അയാൾ പാണ്ഡവന്മാർക്ക് ചെയ്ത് ഒരു സേവനത്തിൻ്റെ പ്രതീകമാണ്. നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ ഒരു ഒന്നാന്തരം തൊഴിലാളിയുടെ പ്രതീകമായിട്ടാണ് ഘടോത്കചനെ ആവിഷ്കരിച്ചിരിക്കുന്നത്. തൊഴിലാളിക്ക് തോന്നാവുന്ന അമർഷത്തിൻ്റെ പ്രതീകമായിട്ടും നമുക്ക് ഘടോത്കചനെ കാണാവുന്നതാണ്. വാക്കിൻ്റെ അർത്ഥം രോമം ശരീരത്തിലെങ്ങും ഇല്ലാത്തവനാണ് ഉത്കചൻ. കചമില്ലാത്തവൻ, കചം എന്ന് വെച്ചാൽ മുടി, രോമം എന്നൊക്കെ അർത്ഥം. ശരീരത്തിലെങ്ങും രോമമില്ലാത്ത രാക്ഷസന്മാർ നേരെ മറിച്ചാണ്. രാക്ഷസന്മാർക്ക് ശരീരത്തിൽ നിറയെ രോമമാണ്. അപ്പോൾ രാക്ഷസിയുടെ മകനായിട്ടും ശരീരത്തിൽ രോമമില്ലാത്തവനെന്ന് സങ്കല്പിച്ചത് രാക്ഷസന്മാർക്ക് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന വൃത്തികെട്ട അല്ലെങ്കിൽ കാമപൂർണമായ സ്വാർത്ഥമായ സ്വഭാവം കുറഞ്ഞവൻ എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രോമമില്ലാത്ത ശരീരത്തോട് കൂടിയവൻ എന്ന് അവന് പേരിട്ടപ്പോൾ അങ്ങനത്തെ ഒരു അർത്ഥകൽപ്പന കൊണ്ട് വ്യാസൻ അവന് പേര് നൽകിയത് സാത്വികനായ രാക്ഷസൻ. സാത്വികനായ രാക്ഷസനാണ്. പക്ഷേ ഉഗ്രമായ കർമ്മമാണ്, ഉഗ്രകർമ്മിയും അതേസമയത്ത് തന്നെ സാത്വികനായ രാക്ഷസനുമാണ്.